ശ്രീ സർ നമസ്കാരം. കേരള ബി.ജെ.പിയിൽ ഒരു അധ്യക്ഷ മാറ്റത്തിന്റെ സൂചനകളുണ്ടോ എന്നാണ് സംശയം. അതിന് കാരണമായി വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പോസ്റ്റ്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുന്നോട്ട് പോക്കിനുള്ള ഒരു കരുത്താണ് ഈ കൂടിക്കാഴ്ച എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളാണ് വരുന്നത്. അതായത് സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന് സാധ്യത കൂടുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ്. എന്തായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ? അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 ടേമാണ് ഒരാളിന് കൊടുക്കുക എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ ഇമ്മിനൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകാനും അതേപോലെ തന്നെ BJP സമൂലമായിട്ട് ഒരു പുതിയ അലകും പിടിയും അവരുടെ നേതൃത്വത്തിന് നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഷഫിളിന് പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അതിനുള്ള പ്രാരംഭമായിട്ടുള്ള ചില നടപടികളിവിടെ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നിരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏത് രീതിയിലേക്കായിരിക്കും ഈ പുനഃസംഘടന, അത് കൃത്യമായി പാർട്ടിയുടെ മാനിഫെസ്റ്റോ അല്ല, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന രീതിയിലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നു. അതോ കേവലം ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ട് അത് അവരുടെ സമവായ ശ്രമങ്ങളുടെ ഭാഗമായി ഒത്തുതീർപ്പിലൂടെ ആരെയെങ്കിലും തന്നെ പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുമോ എന്ന രീതിയിലത്തേക്കുള്ള പല ചിന്തകളും ചർച്ചകളും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വഴി ഉണ്ടായിരുന്നു. അതിൽ തന്നെ മണ്ഡല തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും പിന്നീട് സംസ്ഥാനത്തേക്കുള്ള ഒരു പുനഃസംഘടന വരുന്ന സമയത്തുമൊക്കെ തന്നെ ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ വന്നിരുന്നു. അതിനോടൊപ്പം തന്നെ അവരുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നിരീക്ഷകയുണ്ട്. അവരുടെ തന്നെ ഒരു അഭിപ്രായം അവിടെ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പോലും 5 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് പിന്നീടും ഒരു അവസരം ലഭിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഇളവുകൾ ആൾക്കാർക്ക് നൽകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരു ഭാഗത്ത് ചർച്ചയാകുമ്പോഴാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇതേപോലെ കേന്ദ്രത്തിലേക്ക് പോവുകയും അവിടെ ശ്രീ അമിത്ഷായുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. എനിക്ക് അതിൽ കൗതുകകരമായിട്ട് തോന്നിയത്, ഒന്ന്, ഇലക്ഷന്റെ ഒരു പ്രോസസ്സ് ഇവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ശോഭാ സുരേന്ദ്രൻ അവിടെ പോകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കൺസേൺസ് അവിടെ റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു കൂടിക്കാഴ്ച തരപ്പെട്ടത്? കാരണം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് തന്നെയുമല്ല, നമ്മൾ നോക്കിയാൽ ആ ഫോട്ടോകളിൽ നിന്ന് മനസ്സിലാകുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് അവിടെ ശ്രീ അമിത്ഷായോടൊപ്പം ആ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPയുടേതായിട്ടുള്ള ഒരു ഡെലഗേഷന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ശ്രീമതി ശോഭ അവിടെ സന്ദർശിച്ചതാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സ്വന്തം നിലയ്ക്ക് ശ്രീമതി ശോഭ അവിടെ സന്ദർശിച്ചതാണോ, ശോഭയെ അവിടേക്ക് ക്ഷണിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഇവിടെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട 2 ഫോട്ടോകൾ പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ആ 2 ഫോട്ടോകളിലും വളരെ പ്ലസന്റ് ആയിട്ടുള്ള അമിത്ഷായാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരുപക്ഷെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നുണ്ട്. കാരണം അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഭാരവാഹിയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ BJPയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇവിടെ ഒരു സംഘടനയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ അവർ സന്ദർശിക്കുകയും അതിനുശേഷം അവരുടെ തന്നെ അഭിപ്രായത്തിൽ കേരളത്തിലെ BJPയെ പ്രതീക്ഷിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഒക്കെ പകർന്നു നൽകുന്നതാണ് ഈ മീറ്റിംഗ് എന്നുമാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് തന്നെ മാറുകയാണ്. കാരണം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന സാധാരണ ഭാരവാഹികളെല്ലാം മാറേണ്ടതാണ്. പക്ഷെ അങ്ങനെ മാറുമ്പോൾ പോലും ഒരാളിന് അവിടെ കേന്ദ്രത്തിലേക്ക് ഒരുപക്ഷെ ഒരു ക്ഷണം കിട്ടുന്നു. എന്തായാലും അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുത്താലേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിന്റെ ഭാഗമായി അവിടെ കൂടിക്കാഴ്ച നടത്തിയ നേതാവ് പറയുന്നത് കേരളത്തിലെ BJPയെ പ്രതീക്ഷിത ലക്ഷ്യങ്ങളിലേക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് അവർക്ക് കൂടുതലായിട്ടുള്ള ആത്മവിശ്വാസം നൽകുന്നുവെന്നാണ്. അപ്പോൾ അത് കേരള ഘടകത്തിന് മൊത്തത്തിലുള്ള ആത്മവിശ്വാസം എന്ന നിലയ്ക്കല്ല, മറിച്ച് എനിക്ക് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ആത്മവിശ്വാസം നൽകുന്നു, അല്ലെങ്കിൽ തനിക്ക് ഒരു ദൃഢനിശ്ചയം അക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വാഗ്ദാനങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു അഷുറൻസ് എങ്കിലും അവർക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും അറിയാം, ഈ പല നേതാക്കന്മാരും ഇവിടെ പല ക്യാമ്പുകളില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഞങ്ങളെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം മാധ്യമങ്ങൾ ഈ ഒരു വിഭാഗീയത ഉള്ളിലില്ലേ എന്ന രീതിയിലേക്കുള്ള ഒരു ചോദ്യം എല്ലായ്പ്പോഴും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ശ്രീമതി ശോഭാ സുരേന്ദ്രനെ കൃത്യമായി സഹകരിപ്പിച്ചോ എന്നുള്ള ഒരു ചോദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളും ഒക്കെ തന്നെ എങ്ങനെയാണ് വിശദീകരണം നൽകിയത് എന്നും പിന്നീട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ
അതിനെക്കുറിച്ച് എങ്ങനെയാണ് വിശദീകരിച്ചത് എന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലത്തേക്ക് വിഭാഗീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നേതാവ് മാത്രം, അതും ഇത്തരത്തിലുള്ള ഒരു നേതൃമാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ പുതുതായി കേരളത്തിലെ BJP-യുടെ തലപ്പത്തേക്ക് എത്താനുള്ള വിവിധ സാധ്യതകളുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് വലിയ രീതിയിലത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വോട്ട് വർധന ഉണ്ടാക്കുന്ന ഒരു നേതാവ്, കേരളത്തിൽ മൊത്തത്തിൽ തന്നെ വലിയ ജനകീയ പിന്തുണയുള്ള ഒരു BJP നേതാവ്, അതോടൊപ്പം തന്നെ കേന്ദ്രവുമായി നല്ല ബന്ധമുള്ള ഒരു BJP നേതാവ്, ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു ഫയർ ബ്രാൻഡ് നേതാവ്, ഒരു വനിത, അങ്ങനെയുള്ള കുറേയധികം പോസിറ്റീവ്സ് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധാരണ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച എന്നതിന് അപ്പുറത്തേക്കുള്ള പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നേതൃമാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഇനി ഒരുപക്ഷെ മറ്റ് നേതാക്കന്മാരോടടക്കം നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ തന്നെ കൗതുകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർത്ഥ, ഇപ്പോൾ കേരളത്തിലെ BJP പ്രവർത്തകർ തന്നെ പറയുന്നത് കെ സുരേന്ദ്രനാണ് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല, ഒരു KJP രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത്, പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ട്, അതായത് ഒരു ഇന്റേണൽ അലയൻസ് നിലനിൽക്കുന്നുണ്ട്, CJP KJP എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു നേതാവ് വരണം. അതുമായി ബന്ധപ്പെട്ട് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷയായി അഥവാ വരികയാണെങ്കിൽ കേരളത്തിലെ BJP-ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? BJP പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു BJP-യോടുള്ള ആക്ഷേപം, കേരളത്തിലെ BJP-യോടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് തന്നെ കേന്ദ്രത്തിലെ BJP മറ്റെന്തോ തരത്തിലുള്ള ആശയ ലക്ഷ്യങ്ങളുമായി പോകുന്ന ഒരു പാർട്ടിയാണ് എന്നും അതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാതെ, അതുമായി യാതൊരു വിധത്തിലുള്ള ഐക്യരൂപവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് കേരളത്തിലേത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP-യുടെ തന്നെ പല പ്രവർത്തകരും KJP എന്നൊരു വാക്ക് ഒരു പുതിയ കോയിനേജ് തന്നെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് BJP-യെ ഹർട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ്. കാരണം BJP എന്ന് പറയുന്നതിലാണ് അവർക്ക് കൂടുതൽ വിശ്വാസം. പക്ഷെ അതുമായി ചേർന്ന് നിൽക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ്, അങ്ങനെ ഒരു വലിയ രീതിയിലത്തേക്കുള്ള ആവേശം പ്രവർത്തകരിൽ തന്നെ കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നും തന്നെ, അതായത് സംഘടനാ പ്രവർത്തനവും ഇല്ല, രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല എന്ന മട്ടിൽ കുറേയധികം ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് KJP എന്ന പേരിന് കൂടുതൽ സ്വീകാര്യതയും ഉണ്ടായത്. അപ്പോൾ അതിനർത്ഥം തന്നെ ഇത് കേരള ജനതാ പാർട്ടിയാണ്, BJP അല്ല, ഭാരതീയ ജനതാ പാർട്ടി അല്ല എന്നാണ്. ഇത് പാർട്ടിക്കാരുടെ ഇടയിൽ നിന്ന് BJP-യോടുള്ള ഒരു അതൃപ്തിയുടെ ഭാഗമാണ്. ഇനി രണ്ടാമത്, രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ BJP ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് തന്നെ CPM-ഉം BJP-യും തമ്മിൽ ഒരു പരസ്പര ധാരണയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്തുകൊണ്ട് CJP അഥവാ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു പുതിയ കോയിനേജ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി പുതുതായിട്ട് വരുന്ന BJP-യുടെ അധ്യക്ഷനും അതേപോലെ തന്നെ BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ ഈ രണ്ടാൾക്കാരോടും ഞങ്ങൾ KJP അല്ല, ഞങ്ങൾ CJP-യും അല്ല എന്ന് തെളിയിക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. അപ്പോൾ അത് വളരെ ഹെർക്കൂലിയനായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ഇതുവരെ ഉള്ളതൊന്നുമല്ല, ഇനി വർദ്ധിത വീര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നിക്കണം. അപ്പോൾ അത് തോന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കടുത്ത ചില തീരുമാനങ്ങൾ ഉണ്ടാകണം, വളരെ ശക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകണം. ഇവിടെ BJP-യുടെ കോറായിട്ടുള്ള അവരുടെ ആശയ പ്രമാണത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള വിഷയങ്ങൾ കണ്ടെത്തി അതിൽ വലിയ രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തണം. അപ്പോൾ സംഘടനാ തലത്തിൽ ഉണ്ടാകുന്ന ഒരു പുനഃസംഘടന എന്ന് പറയുന്നത് കൺവിൻസിംഗ് ആണെന്ന് പ്രവർത്തകർക്ക് തോന്നിയെങ്കിൽ മാത്രമേ ഈ KJP പേര് അവർ ഡ്രോപ്പ് ചെയ്തിട്ട് BJP എന്ന് വീണ്ടും വിളിച്ചു തുടങ്ങുകയുള്ളൂ. അതേപോലെ തന്നെ CPM-നെ അത് ശക്തമായിട്ട് എതിർക്കുകയും CPM-ഉമായിട്ട് യാതൊരു വിധത്തിലുള്ള ആശയധാരണയ്ക്കോ പരസ്പര സഹകരണത്തിനോ ഞങ്ങളിവിടെ ഇല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും പ്രചരണം ഉണ്ടെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, അത് കോൺഗ്രസിനും കൂടി ഒരുപക്ഷെ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ CJP എന്നുള്ള വിളിപ്പേര് പോലും നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ എടുത്തിരിക്കുന്ന കുറേയധികം വിഷയങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അവർ സോഫ്റ്റ് ആയിരുന്നത്, ഏതൊക്കെ ആരോപണങ്ങളിലാണോ പിണറായി വിജയനോടും കുടുംബത്തിനോടും അവർ സോഫ്റ്റ് ആയിരുന്നത്, അവിടെ തങ്ങൾ സോഫ്റ്റ് അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ഏത് സമീപനമാണ് BJP പുലർത്തിയത് അതിൽ നിന്ന് വിഭിന്നമല്ല കേരളത്തിലും എന്ന മട്ടിലേക്ക് കുറച്ചുകൂടി കടുപ്പിക്കാൻ ഒരു വലിയ സമ്മർദ്ദം BJP-യുടെ പുതിയ നേതൃത്വത്തിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്വീകാര്യതയുള്ള ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് തുല്യമായിട്ടുള്ള മറ്റൊരു നേതാവ് അവർ വരികയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിലാണ്. ഒന്ന് സ്വന്തം പ്രവർത്തകരോട്, മറ്റൊന്ന് ഇതര രാഷ്ട്രീയ കക്ഷികളോട്. അപ്പോൾ അതിൽ വളരെ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ BJP ഇതേപോലെ തന്നെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരാളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ പൊതുവെ സ്വീകാര്യത ഉണ്ടാകും. അപ്പോൾ നമുക്ക് പൊതുവെ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണ്? V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ എന്നീ നേതാക്കൾ എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും അവർ വോട്ട് കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തനിക്ക് കിട്ടിയിരുന്ന അഡ്വാൻറ്റേജിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും
ഒരു നല്ല സംഘടനാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും BJPക്ക് കൊടുക്കുന്നതിന് ശ്രീ കെ സുരേന്ദ്രന് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ, അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. BJPക്ക് കേരളത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് വളർന്നത് പോലും ഒരുപക്ഷെ ശ്രീ ശ്രീധരൻ പിള്ളയും പിന്നീട് ശ്രീ വി മുരളീധരനും ഒക്കെ തന്നെ ഇവിടെ പാർട്ടി അധ്യക്ഷരായി ഇരുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് വീണ്ടും തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു നേതാവ് ഉണ്ടാവുകയും ആ നേതാവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, അതായത് ഈ വിഭാഗീയത, പല ഗ്രൂപ്പ് എന്നതൊക്കെ മാറി അവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് അവരോടൊപ്പം നിന്ന് പിന്തുണ കൊടുക്കുന്ന ഒരു ടീമും ഉണ്ടാക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ രണ്ട് കൂട്ടരുടെയും, അതായത് പാർട്ടി പ്രവർത്തകരുടെ വിശ്വാസവും മറ്റുള്ള ആൾക്കാരുടെ അവിശ്വാസത്തിനെ മറികടക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കും. പക്ഷേ സൂണർ ദ ബെറ്റർ എന്ന് മാത്രമേ BJPയോട് പറയാനുള്ളൂ. എന്തായാലും ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ കുറച്ചുകൂടി കാർക്കശ്യമായ ഒരു BJPയെ കാണാം. ഈ പറയുന്ന അലയൻസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള CJP രാഷ്ട്രീയം, CPM BJP ഇന്റേണൽ ആയിട്ടുള്ള ഒരു അലയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളെല്ലാം മാറ്റി നിർത്താൻ ശോഭാ സുരേന്ദ്രന്റെ കൃത്യമായ ചില ഇടപെടലുകൾ കൊണ്ട് സാധിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അധ്യക്ഷൻ മാറുമോ, എന്താണ് ശോഭയുടെ മനസ്സിൽ, എന്താണ് കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.